Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. പാതിവില തട്ടിപ്പ് പരാതിയിൽ കേസെടുത്ത പയ്യന്നൂർ പോലീസ്. സീഡ് സൊസൈറ്റി കോർഡിനേറ്റർ ഇടുക്കി തൊടുപുഴയിലെ അനന്തുകൃഷ്ണൻ, പയ്യന്നൂർ സീഡ് സൊസൈറ്റി കോർഡിനേറ്റർമാരായ മാത്തിൽ വടവന്തൂരിലെ ജയരാജ, കുഞ്ഞിമംഗലത്തെ വീണ എന്നിവർക്കെതിരെയാണ് പയ്യന്നൂർ പോലീസ് കേസെടുത്തത്. ഉത്തര കേരളത്തിലെ കഴകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തൃക്കരിപ്പൂർ രാമവില്യം കഴകം. 25 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. പയ്യന്നൂർ നഗരത്തിന്റെ ഹൃദയമായ ഗാന്ധി പാർക്ക് നാശത്തിന്റെ വക്കിലെന്ന് പരാതി. സന്ധ്യ കഴിഞ്ഞാൽ ആരും ഇവിടേക്ക് കടന്നു ചെല്ലാൻ തന്നെ മടിക്കുന്നു. സന്ധ്യ മയങ്ങിയാൽ ഗാന്ധി പാർക്ക് സമ്പൂർണമായും ഇരുട്ടിൽ മുങ്ങുന്നു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് ജില്ലാ കൺവെൻഷന് മുന്നോടിയായി പയ്യന്നൂരിൽ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. പെരുമ്പയിൽ നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്ര പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. വാർത്തകൾ വിശദമായി. പാതിവില തട്ടിപ്പ് പരാതിയിൽ കേസെടുത്ത പയ്യന്നൂർ പോലീസ്. സീഡ് സൊസൈറ്റി കോർഡിനേറ്റർ ഇടുക്കി തൊടുപുഴയിലെ അനന്തുകൃഷ്ണൻ, പയ്യന്നൂർ സീഡ് സൊസൈറ്റി കോർഡിനേറ്റർമാരായ മാത്തിൽ വടവന്തൂരിലെ ജയരാജ്, കുഞ്ഞിമംഗലത്തെ വീണ എന്നിവർക്കെതിരെയാണ് പയ്യന്നൂർ പോലീസ് കേസെടുത്തത്. പകുതി വിലയ്ക്ക് സ്കൂട്ടറും മറ്റ് ഗൃഹോപകരണങ്ങളും നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പണം വാങ്ങി വഞ്ചിച്ച 3 പേർക്കെതിരെ കേസെടുത്ത് പയ്യന്നൂർ പോലീസ്. അന്നൂർ സത്യൻ ആർട്സ് ക്ലബിന് സമീപത്തെ PV നിമിഷ, കുഞ്ഞിമംഗലം കുതിരുമല്ലെ EP സിന്ധു എന്നിവരുടെ പരാതിയിലാണ് സീഡ് സൊസൈറ്റി കോർഡിനേറ്റർ ഇടുക്കി തൊടുപുഴയിലെ അനന്തുകൃഷ്ണൻ, പയ്യന്നൂർ സീഡ് സൊസൈറ്റി കോർഡിനേറ്റർമാരായ മാത്തിൽ വടവന്തൂരിലെ ജയരാജ്, കുഞ്ഞിമംഗലത്തെ വീണ എന്നിവർക്കെതിരെ പയ്യന്നൂർ പോലീസ് കേസെടുത്തത്. പ്രതികൾ പകുതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും മറ്റ് ഗൃഹോപകരണങ്ങളും നൽകാമെന്ന് പരാതിക്കാരിയെയും സുഹൃത്തുക്കളെയും വിശ്വസിപ്പിച്ച് ഒന്നാം പ്രതി അനന്തകൃഷ്ണന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് രൂപ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ച് പരാതിക്കാരിക്കും സുഹൃത്തുക്കൾക്കും സാധനങ്ങളോ വാങ്ങിയ പണമോ നൽകാതെ വഞ്ചിച്ചുവെന്ന പരാതിയിലാണ് കേസെടുത്തത്. കണ്ണൂർ ജില്ലയിൽ 2023 ഏപ്രിലാണ് സീഡ് സൊസൈറ്റി രൂപീകരിച്ചത്. സ്ത്രീ ശാക്തീകരണത്തിനായി പകുതിയിലേക്ക് ഇരുചക്ര വാഹനങ്ങൾ, ലാപ്ടോപ്പ്, ഗൃഹോപകരണങ്ങൾ, തയ്യൽ മെഷീനുകൾ എന്നിവ വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടന്നത്. ജില്ലാ, ബ്ലോക്ക്, പഞ്ചായത്ത് തലത്തിലാണ് സൊസൈറ്റിയുള്ളത്. ഇതിനെല്ലാം 13 അംഗ പ്രൊമോട്ടർമാരുണ്ട്. ഇവർ വഴിയാണ് പകുതി വിലയ്ക്ക് സഹായ വാഗ്ദാനം എത്തിയത്. പണം നൽകിയ കുറച്ചു പേർക്ക് മാത്രമാണ് സാധനങ്ങൾ ലഭിച്ചത്. ബാക്കിയുള്ളവർ മാസങ്ങളായി കാത്തിരിക്കുമ്പോഴാണ് അനന്തകൃഷ്ണൻ അറസ്റ്റിലാക്കുന്നത്. അപ്പോഴാണ് പണം നൽകിയവർ തട്ടിപ്പിനിരയായ കാര്യം അറിയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഉത്തര കേരളത്തിലെ കഴകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തൃക്കരിപ്പൂർ രാമവില്യം കഴകം. 25 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന് ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഉത്തര കേരളത്തിലെ കഴകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തൃക്കരിപ്പൂർ രാമവില്യം കഴകം എന്ന് പറയുന്നത്. ഇവിടെ 8 ദിവസങ്ങളിലായിട്ട് 96 തെയ്യങ്ങളാണ് ഇവിടെ കെട്ടിയാടുന്നത്. പ്രധാനപ്പെട്ട തെയ്യം എന്ന് പറയുന്നത് പടക്കത്തി ഭഗവതിയും ആര്യക്കര ഭഗവതിയുമാണ്. പടക്കത്തി ഭഗവതിയെ വടക്കത്തി ഭഗവതി എന്നാണ് പറയുന്നത്. അപ്പോൾ പടക്കിറങ്ങിയതിന് ശേഷമാണ് അത് പടക്കത്തി ഭഗവതിയായിട്ട് മാറിയത് എന്നൊരു ചരിത്രം കൂടി കേട്ടുകേൾവിയുണ്ട്. അത്തരത്തിൽ 8 ദിവസങ്ങളിലായിട്ട് ഇവിടെ പെരുങ്കളിയാട്ടം ആഘോഷിക്കാൻ തയ്യാറായിരിക്കുകയാണ് ഇവിടെ നാടും നാട്ടുകാരും എന്ന് പറയുന്നത്. ഈ 25 സംവത്സരങ്ങൾക്ക് ശേഷമാണല്ലോ ഇങ്ങനൊരു പെരുങ്കളിയാട്ടം നമ്മുടെ ഈ തൃക്കരിപ്പൂരിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കിക്കാണുകയാണെങ്കിൽ ഏകദേശം 1999 കഴിഞ്ഞ കളിയാട്ടം നടന്നിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ എന്തൊക്കെ കൂടുതലായിട്ട് ഇപ്രാവശ്യം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്? സംഘാടക സമിതിയുടെ ഞാൻ സംഘാടക സമിതിയുടെ ജനറൽ കൺവീനർ കണ്ണമ്മാഷ്. ഞാൻ 2 പെരുങ്കളിയാട്ടം കഴിഞ്ഞു. 1974 1999 ആ 2 പെരുങ്കളിയാട്ടത്തിൻ്റെയും സംഘാടക സമിതിയുടെ ഭാരവാഹിയായി പ്രവർത്തിക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഈ പ്രാവശ്യം
ഈ 2025 പെരുങ്കളിയാട്ടത്തിൻ്റെ സംഘാടക സമിതി ജനറൽ കൺവീനറായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. കാരണം കഴിഞ്ഞ 2 പെരുങ്കളിയാട്ടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വളരെയധികം അന്നത്തേതിനേക്കാളും ആളുകൾ, പിരിവുദായകർ, കുടുംബങ്ങളൊക്കെ വർദ്ധിച്ച ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത്. അന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉള്ള ഒരു സ്ഥലപരിമിതിയും കാര്യങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കഴിഞ്ഞ ആ 2 പെരുങ്കളിയാട്ടത്തിനും ഉണ്ടായ സ്ഥല സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. വീടുകളുടെ ബാഹുല്യം, പരിസര പ്രദേശത്തുള്ള വീടുകളൊക്കെ വന്നു. എന്നിരുന്നാലും ഈ പ്രദേശത്തിൻ്റെ എല്ലാവരുടെയും സഹായ സഹകരണത്തോടു കൂടി നല്ല ഒരു ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സംഘാടക സമിതിയിലും എല്ലാവിധ ആളുകളും സഹകരിച്ച് വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം ഒരു 3.5 കോടി രൂപയോളം ഞങ്ങൾക്ക് ഈ പെരുങ്കളിയാട്ടത്തിന് ചെലവ് വരും. അതിൻ്റെ തീവ്രയത്ന പരിശ്രമത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ നടത്തുന്നത്. ഏകദേശം ഇപ്പോൾ ഒരുക്കങ്ങളൊക്കെയും തന്നെ അന്തിമഘട്ടത്തിലായി കഴിഞ്ഞു അല്ലേ? ഇവിടെ നാട്ടുകാരും എങ്ങനെയാണ്, ഈ നാടും നാട്ടുകാരും എങ്ങനെയാണ് ഈ സംഘാടക സമിതിയോടും കമ്മിറ്റിയോടും പൂർണ്ണമായി ഇവിടെ തന്നെയാണോ എല്ലാവരും? എല്ലാവരും രാത്രി 10 മണി 11 മണി വരെ ഇപ്പം ഒരു 10 ദിവസക്കാലം ഈ അമ്പലത്തിൻ്റെ പരിസരത്ത് തന്നെയാണ് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും. ഇവിടെ പലതരത്തിലുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്. അതൊക്കെ ശ്രമദാനമായിട്ടാണ്, 10 പൈസ കൂലി കൊടുത്തിട്ടല്ല ഇതൊക്കെ നടത്തുന്നത്, ശ്രമദാനമായിട്ട് നടത്തുന്നതാണ്. അത്രയധികം ആവേശം നമ്മുടെ പരിസര പ്രദേശങ്ങളിലെ ആളുകൾക്ക് ഈ കളിയാട്ടവുമായി ഉണ്ട്. 24-ാം തീയതിയാണ് വരച്ചുവെക്കൽ ചടങ്ങ് നടക്കുന്നത്. അതോടുകൂടി നമ്മുടെ പൊതുവായ ഒരു ചടങ്ങ് തുടങ്ങുകയാണ്. അതിനുശേഷമാണ് വ്യത്യസ്ത കലാപരിപാടികളുണ്ട്. അത്തരത്തിൽ ഇവിടുത്തെ വനിതാവേദിക്കാരുടെയും ഒക്കെയും തന്നെ തിരുവാതിരയും കാര്യങ്ങളും ഒക്കെയും തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. 5 മുതൽ 12 വരെയാണ് തെയ്യങ്ങളൊക്കെയും തന്നെ അരങ്ങേറാൻ വേണ്ടി പോകുന്നത്, തെയ്യങ്ങളൊക്കെയും അരങ്ങിലെത്താൻ വേണ്ടി പോകുന്നത്. അത്തരത്തിലെല്ലാം കൊണ്ടും ഈ നാടും നാട്ടുകാരും ഇവിടെ എല്ലാ സമയത്തും സജീവമായിട്ട് തന്നെ ഈ പെരുങ്കളിയാട്ടത്തിന്റെ മണ്ണിലുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സംഘാടക സമിതി ചെയർമാൻ KV ഗംഗാധരൻ 25 സംവത്സരങ്ങൾക്ക് ശേഷം തൃക്കരിപ്പൂർ ശ്രീ രാമവില്യം കഴകത്തിൻ്റെ പെരുങ്കളിയാട്ടം ഉത്സവം മാർച്ച് 5 മുതൽ 12 വരെയും അതിൻ്റെ മുന്നോടിയായി നാളെ 22-ാം തീയതി എക്സിബിഷനും 23-ന് പടിഞ്ഞാറ് ഭാഗത്തുള്ള പന്തൽ സമർപ്പണവും ഏറ്റവും പ്രധാന ചടങ്ങായ 24-ന് വരച്ചുവെക്കൽ ചടങ്ങ് നടക്കുന്നു. അതിനുശേഷം വിവിധങ്ങളായ പല പരിപാടികൾ നടന്നു പോവുകയാണ്. പ്രത്യേകിച്ച് ഈ കഴകത്തിൻ്റെ പരിധിയിൽ 5 മുണ്ടികളും അതിൻ്റെ പരിധിയിൽ 5000-ഓളം കുടുംബങ്ങളും 4800-ഓളം സ്ത്രീകളും 4900 പുരുഷന്മാരും അധിവസിക്കുന്ന പിരിവുദായകരായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ രാമവില്യം കഴകം. വ്യത്യസ്തങ്ങളെ ഞങ്ങളിപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾ പരിപൂർണമായും ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു. വളരെ നല്ല നിലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല നിലയിൽ നടത്തിക്കൊണ്ടു പോകാനുള്ള ഒരുക്കങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് സംഘാടക സമിതിയുടെയും കഴകം ഭാരവാഹികളുടെയും നേതൃത്വം നൽകിയാണ് ഈ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിഗംഭീരമായ പരിപാടികൾ നടത്താനുള്ള ആലോചന പരിപൂർണമായും എല്ലാവരുടെയും 25ഓളം സബ് കമ്മിറ്റികൾ അവരുടെ നേതൃത്വത്തിൽ സജീവമായ പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണ്. എന്തുകൊണ്ടും നല്ല നിലയിൽ ഏകദേശം 22 തൊട്ട് മാർച്ച് 12 വരെ ഉത്സവം സമാപന ദിവസം വരെ വിവിധങ്ങളായ കലാപരിപാടികളും മറ്റെല്ലാ തലങ്ങളിലുള്ള പരിപാടികളും നടന്നു പോകുന്ന ഈ പശ്ചാത്തലത്തിൽ അത് പരിപൂർണമായും എല്ലാ ജനങ്ങളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഞാൻ കഴകം പ്രസിഡന്റ് VV രാഘവ മാസ്റ്റർ. ശ്രീ രാമവില്യം കഴകം 99-ന് ശേഷം വീണ്ടും ഒരു പെരുങ്കളിയാട്ടത്തിനുള്ള പുറപ്പാടിലാണ് ഇന്ന് ഒരുങ്ങിയിരിക്കുന്നത്. അതിനാവശ്യമായ ഭൗതിക സാഹചര്യങ്ങളെല്ലാം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. കന്നിക്കലവറയുടെ നിർമ്മാണം നടന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ നിലമ്പടി പൂർത്തിയായി കഴിഞ്ഞു. ഭക്ഷണം മുട്ടാൻ ആവശ്യമായ പന്തലും സീറ്റിങ്ങും സംവിധാനം ഒരുങ്ങിക്കഴിഞ്ഞു. ഈ രീതിയിൽ പെരുങ്കളിയാട്ടത്തെ സാർത്ഥകമാക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞ ഒരു അവസ്ഥയിലാണ് നമ്മളിന്നിവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനമായിരിക്കുന്ന വസ്തുത നാനാജാതി മതസ്ഥരായ ആളുകൾ ജാതിമത ഭേദമില്ലാതെ വർണ്ണവർഗ വ്യത്യാസം ഇല്ലാതെ എല്ലാ ആളുകളും ഒരുമിച്ച് ചേർന്ന് പാരസ്പര്യത്തിൻ്റെ എല്ലാ മേഖലയിലും തുന്നിച്ചേർത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. വിശ്വമാനവികതയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ഈ മഹാസമ്മേളനത്തിൽ ഈ ഉത്സവത്തിൽ എല്ലാ ആളുകളുടെയും സഹകരണവും കൂട്ടായ്മയും
പ്രദാനം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു എന്നത് തന്നെ ഈ ഉത്സവത്തിൻ്റെ മേന്മ വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്ന സംഭവമാണ്. എല്ലാവരും നാട്ടുകാരും സംഘാടക സമിതിയും ഒക്കെയും തന്നെ അതിൻ്റെ എല്ലാവിധ തയ്യാറെടുപ്പുകളോടും കൂടിയാണ് ഇവിടെ ഉള്ളത്. ഒരുക്കങ്ങളൊക്കെയും അന്തിമഘട്ടത്തിൽ വന്ന് എത്തി നിൽക്കുകയാണ്. ഇനി ദിവസങ്ങൾ മാത്രമാണ് ഈ ഒരു പെരുങ്കളിയാട്ടം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളൂ. അത്തരത്തിൽ എല്ലാവരും നാട്ടുകാരും ഉറ്റുനോക്കുകയാണ് ഈ ഒരു പെരുങ്കളിയാട്ടത്തെ. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ സുമേഷിനൊപ്പം ചാന്ദിനി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് ജില്ലാ കൺവെൻഷന് മുന്നോടിയായി പയ്യന്നൂരിൽ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. പെരുമ്പിയിൽ നിന്നാരംഭിച്ച വിളംബര ഘോഷയാത്ര പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന കൺവെൻഷന്റെ ഭാഗമായുള്ള കണ്ണൂർ ഡിസ്ട്രിക്ട് നോർത്ത് സോൺ കൺവെൻഷൻ ഫെബ്രുവരി 22-ന് പയ്യന്നൂർ എടാട്ട് ഗ്രീൻ പാർക്ക് റെസിഡൻസിൽ വെച്ച് നടക്കും. സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് ഉദ്ഘാടനം ചെയ്യും. മുന്നോടിയായി പയ്യന്നൂരിൽ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. പയ്യന്നൂർ BKM ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്ര പെരുമ്പയിൽ സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. നിയമന അംഗീകാരം നിഷേധിച്ച കേരള സർക്കാരിന്റെ നടപടിയെ തുടർന്ന് കോടഞ്ചേരി സെന്റ് ജോസഫ് സ്കൂൾ അധ്യാപികയായ അലീന ബെന്നിയുടെ ജീവൻ പൊലിഞ്ഞ സംഭവത്തിൽ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ തൃക്കരിപ്പൂർ ടൗണിൽ പ്രതിഷേധ സംഗമം നടത്തി. KPSTA സംസ്ഥാന നിർവാഹക സമിതി അംഗം P. ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. എന്തായിരുന്നു അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞത്? ഓരോ വർഷവും 100 രൂപ വെച്ചിട്ട് 2500 രൂപ ക്ഷേമ പെൻഷൻ നൽകുമെന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞ ശ്രീ പിണറായി വിജയൻ ഇപ്പോഴും 1600 രൂപ മാത്രമാണ്. അതെങ്ങനെയാണ് കൊടുക്കുന്നത് അറിയാമല്ലോ. ഞാനും നിങ്ങളും ഡീസലും പെട്രോളും അടിച്ച സെസ് ചുമത്തിയിട്ടാണ് മുടങ്ങാതെ കൊടുക്കുമെന്ന് പറഞ്ഞത്. ഇപ്പോഴും 3 മാസം അവിടെ കുടിശ്ശികയാണ്. ഞാനും നിങ്ങളും KSRTC ബസ്സിൽ കയറിയിട്ട് സെസ് കൊടുക്കുമ്പോൾ പറഞ്ഞു നാളിതുവരെ മുടങ്ങാതെ ശമ്പളം കൊടുക്കും. ആർക്ക്? KSRTC ഉദ്യോഗസ്ഥന്മാർക്ക്. കഴിഞ്ഞ 2 മാസക്കാലമായിട്ട് പൂർണ്ണമായും വേതനം നൽകിയില്ല. കഴിഞ്ഞ ദിവസമാണ് അധ്യാപിക അലീന ബെന്നിയുടെ മരണം നടന്നത്. KPSTA ചെറുവത്തൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തു നടന്ന പ്രതിഷേധ സംഗമം KPSTA സംസ്ഥാന നിർവാഹക സമിതി അംഗം P. ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ MP ജയകുമാർ അധ്യക്ഷത വഹിച്ചു. KPSTA ജില്ലാ വൈസ് പ്രസിഡന്റ് T. മധുസൂദനൻ, CP പ്രീതി, PC ചിത്രേഷ്, ടോം പ്രസാദ്, നിർമ്മല പോൾ, ജാസ്മിൻ തോമസ്, A. അനീഷ് എന്നിവർ പ്രസംഗിച്ചു. പ്രതിഷേധ സംഗമത്തിൽ വനിതാ അധ്യാപകർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. പയ്യന്നൂർ നഗരത്തിന്റെ ഹൃദയമായ ഗാന്ധി പാർക്ക് നാശത്തിന്റെ വക്കിലാണെന്ന് പരാതി. പയ്യന്നൂരിന്റെ സാംസ്കാരിക മുഖമാണ് ഗാന്ധി പാർക്ക്. പഴയ ഗാന്ധി മൈതാനത്തോളം നീളുന്ന വലിയ ചരിത്രമുണ്ട് ഗാന്ധി പാർക്കിന്. ഇന്ന് സന്ധ്യ കഴിഞ്ഞാൽ ആരും ഇവിടേക്ക് കടന്നു ചെല്ലാൻ തന്നെ മടിക്കും. കാരണം സന്ധ്യ മയങ്ങിയാൽ ഗാന്ധി പാർക്ക് സമ്പൂർണമായും ഇരുട്ടിൽ മുങ്ങും. പയ്യന്നൂരിലെ സാംസ്കാരിക പരിപാടികൾക്കും പൊതുപരിപാടികൾക്കും ഇത്രമേൽ യോജിച്ച മറ്റൊരിടം പയ്യന്നൂരിൽ ഇല്ലെന്ന് തന്നെ പറയാം. ഏറ്റവും ഒടുവിലായി വൻ ജനശ്രദ്ധ നേടിയ പയ്യന്നൂർ സാഹിത്യോത്സവത്തിൻ്റെതുൾപ്പെടെ പ്രധാന വേദിയും ഗാന്ധി പാർക്കായിരുന്നു. എന്നാൽ പലതവണ നെറ്റ്വർക്ക് വാർത്തകൾ തന്നെ റിപ്പോർട്ട് ചെയ്തതുപോലെ സന്ധ്യ മയങ്ങിയാൽ ഗാന്ധി പാർക്ക് സമ്പൂർണമായും ഇരുട്ടിൽ മുങ്ങും. വിളക്കുകാലുകൾ പോലും തുരുമ്പിച്ച് നിലംപൊത്തിയിട്ട് നാളുകളേറെയായി. സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ ഗാന്ധി പാർക്കിൽ നിന്നും രക്ഷപ്പെടുന്നതാണ് ബുദ്ധി എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പ്രശ്നപരിഹാരത്തിനായി ഫണ്ട് കണ്ടെത്തുവാൻ അധികൃതരുടെ ഭാഗത്തുനിന്നും ഇന്ന് വരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പയ്യന്നൂർ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ക്വയറാണ് ഈ ഗാന്ധി പാർക്ക്.
ഗാന്ധി പാർക്കിനകത്ത് ഇപ്പോൾ സന്ധ്യയോടടുത്ത് കഴിഞ്ഞാൽ ഒരു ലൈറ്റും ഇല്ല എന്ന് മാത്രമല്ല അത് വലിയ പ്രയാസമുണ്ടാക്കുന്ന രീതിയിലാണുള്ളത്. എല്ലാ ലൈറ്റുകളും തകർന്ന് തരിപ്പണമായിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു പ്രകാശവുമില്ലാത്ത ടൗണിൻ്റെ ഹൃദയഭാഗത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാർക്കിനകത്ത് സന്ധ്യാസമയത്ത് തങ്ങളുടെ കുട്ടികളെയുമായി കൊണ്ടുവന്ന് കുറച്ച് സമയം ഇരിക്കാം എന്ന് കരുതുന്ന രക്ഷിതാക്കളൊക്കെ നിരാശരാണ്. അതൊക്കെ അപ്പുറത്ത് ഇന്ന് എല്ലാ ടൗണുകളും കേന്ദ്രീകരിച്ച് ലഹരി മാഫിയകളൊക്കെ അരങ്ങ് തകർക്കുമ്പോൾ അവർക്ക് ഒരു ഇടമായി മാറുമോ എന്ന സംശയമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഗാന്ധി പാർക്കിനുള്ളത്. കാരണം ഗാന്ധി പാർക്കിൽ അത്തരം സമയങ്ങളിൽ പ്രകാശമില്ലാത്തത് അത്തരം ആളുകൾക്ക് യഥേഷ്ടം കടന്നു വരാനും അവരുടെ സ്വൈര്യ വികാരം നടത്താനുമുള്ള കേന്ദ്രമായി ഗാന്ധി പാർക്ക് മാറുന്നു എന്നുള്ളത് ഒരു ശരിയായ വസ്തുതയാണ്. പയ്യന്നൂരിന്റെ സാംസ്കാരിക ഇടമാണ് ഈ പയ്യന്നൂർ ഗാന്ധി പാർക്ക്. ചരിത്ര പ്രാധാന്യമേറെയുള്ള ഇവിടം ഇന്ന് അധികൃതർ തിരിഞ്ഞു നോക്കാത്ത അവഗണനയുടെ പടുകുഴിയാണ് എന്ന് തന്നെ പറയാതെ വയ്യ. രാത്രിയായാൽ വിളക്കുകൾ പ്രകാശിക്കുന്നില്ല എന്ന് മാത്രമല്ല, വിളക്കുകാലുകൾ പോലും ദ്രവിച്ച് നിലംപൊത്താറായ അവസ്ഥയിലാണ്. യാതൊരു തരത്തിലുള്ള തിരിഞ്ഞു നോട്ടവും അധികൃതർ ഇവിടെ നടത്തുന്നില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ. പയ്യന്നൂർ നഗരസഭയെയും തൃക്കരിപ്പൂർ പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാരാത്തലിച്ചാലം പാലത്തിനു മുകളിൽ റോഡ് ഇളകിമാറിയുണ്ടായ ഭാഗം അറ്റകുറ്റപ്പണി നടത്തി പൂർവ്വസ്ഥിതിയിലാക്കി. പയ്യന്നൂർ താലൂക്ക് തല വികസന സമിതി യോഗത്തിൽ റോഡിന്റെ തകർച്ച പരിഹരിക്കണമെന്ന ആവശ്യം ഉയർത്തിയിരുന്നു. പയ്യന്നൂർ നഗരസഭയെയും തൃക്കരിപ്പൂർ പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാരാത്തലിച്ചാലം പാലത്തിനു മുകളിൽ റോഡ് ഇളകിമാറിയുണ്ടായ ഭാഗം അറ്റകുറ്റപ്പണി നടത്തി പൂർവ്വസ്ഥിതിയിലാക്കാൻ തീരുമാനമായി. പ്രശ്നത്തിൽ അടിയന്തര ഇടപെടൽ നടത്തി റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ TI മധുസൂദനൻ MLA ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വെള്ളിയാഴ്ച പ്രസ്തുത ഭാഗം പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗം റണ്ണിംഗ് കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്തി അറ്റകുറ്റപ്പണികൾ നടത്തിയത്. പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം പാലത്തിനു മുകളിൽ മുഴുവനായും റീടാറിംഗ് നടത്തുന്നതിനായി 4,70,000 രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിച്ചിട്ടുണ്ട്. ഭരണാനുമതി ലഭിച്ചാൽ ഉടൻ നിർമ്മാണ പ്രവൃത്തി നടക്കുമെന്ന് MLA അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സ്റ്റാമ്പുകളുടെ അപൂർവ ശേഖരവുമായി പഴയങ്ങാടി വാടിക്കലിലെ കല്ലുപറമ്പിൽ ഹർഷൻ. വിവിധ രാജ്യങ്ങളുടെ നാണയങ്ങളും കറൻസികളും ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. 80-ാം വയസ്സിലും ആതുര സേവന രംഗത്തും നിറസാന്നിധ്യമാണ് ഹർഷൻ. നമസ്കാരം. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് പഴയങ്ങാടി വാടിക്കലിലാണ്. വാടിക്കലിൽ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് കല്ലുപറമ്പിൽ ഹർഷേട്ടനെയാണ്. ഹർഷേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ദൈവതുല്യനായ മനുഷ്യനാണെന്ന് പറയാം. കാരണം അദ്ദേഹം ആരോഗ്യവകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷവും സാന്ത്വനവുമായി പാവപ്പെട്ട രോഗികളുടെ വീട്ടിലേക്ക് ഇന്നും കയറി ചെല്ലുന്ന മനുഷ്യനാണ്. അതിലുപരി കഴിഞ്ഞ 50 വർഷമായി ഇദ്ദേഹം സ്റ്റാമ്പ് ശേഖരവും അതുപോലെ തന്നെ നാണയങ്ങളും കറൻസികളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഹർഷേട്ടനോട് ചോദിക്കാം. ഏതൊക്കെ തരത്തിലുള്ള സ്റ്റാമ്പുകളാണുള്ളത്, പ്രധാനപ്പെട്ട സ്റ്റാമ്പുകൾ ഏതൊക്കെയാണെന്നുള്ളതെന്ന് പറയാമോ? ഇന്ത്യയുടെ മുഴുവൻ സ്റ്റാമ്പുകളുണ്ട് എൻ്റെ അടുത്ത്. മഹാന്മാരുടേതുണ്ട്, പക്ഷികളുടേതുണ്ട്, മൃഗങ്ങളുണ്ട്, മത്സ്യമുണ്ട്, ബിൽഡിംഗ് ഉണ്ട്, പോസ്റ്റ് ഓഫീസുകളുടെ ഉണ്ട്. എന്തെല്ലാം വിശേഷങ്ങൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയിട്ടുണ്ടോ അതെല്ലാം ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ സ്റ്റാമ്പ് എങ്ങനെയുള്ള ചിത്രം? ആദ്യത്തെ സ്റ്റാമ്പ് എന്ന് പറയുന്നത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മുടെ ദേശീയ പതാകയും മറ്റേ ദീപസ്തംഭത്തിൻ്റെ 2 സ്റ്റാമ്പാണ് ഇറക്കിയത്. അതിന് എത്രയായിരുന്നു? അശോക സ്റ്റാമ്പ്. അന്നതിന് ₹1 വില. പക്ഷെ ഇന്നതിന് 1500 രൂപയുണ്ട് ഒരു സ്റ്റാമ്പിന്. അതുപോലെ തന്നെ AKGയുടെ സ്റ്റാമ്പ്. ഞാൻ ഇപ്പോൾ പയ്യന്നൂർ എക്സിബിഷൻ നടത്തുമ്പോൾ T. ഗോവിന്ദൻ MP ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അയാൾ ഈ കംപ്ലീറ്റ് സ്റ്റാമ്പുകൾ ഇങ്ങനെ നോക്കി വന്നിട്ട് എന്നോട് ചോദിച്ച് AKGയുടെ സ്റ്റാമ്പ് ഇല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ കൂട്ടിക്കൊണ്ടു കാണിച്ചു കൊടുത്തു. ആ ഫോട്ടോ ഇവിടെ ഉണ്ട്, AKGയുടെ ഫോട്ടോ നോക്കുന്നത്. അങ്ങനെ കാരണം അതുപോലെ തന്നെ നമുക്ക് പറയാം സ്റ്റാമ്പ് ശേഖരണത്തിന് കൂടാതെ തന്നെ നാണയങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളുടെ നാണയമാണുള്ളത്? എത്ര നാണയങ്ങളുണ്ട്? 35 രാജ്യങ്ങളുടെ 35 രാജ്യങ്ങളുടെ കോയിൻസ് ഇപ്പം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ധാരാളം കോയിൻസ് ഉണ്ട്. ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേകിച്ച്
ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, അങ്ങനെ സെറ്റ് ചെയ്യണം. അതിന് വലിയ പൈസയാവും. അതുപോലെ ഈ കറൻസി ഉണ്ടല്ലോ, കറൻസി ഉണ്ട്, 65 രാജ്യങ്ങളുടെ കറൻസി ഉണ്ട്. സദ്ദാം ഹുസൈൻ്റെ കറൻസി വരെ എൻ്റെ അടുത്തുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞു നമ്മുടെ ആരോഗ്യ മേഖലയിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. അതിനുശേഷമുള്ള സേവനങ്ങൾ എങ്ങനെയാണ് ഇപ്പോഴും? അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഞാനൊരു 3 കൊല്ലം ഇവിടെ ഒരു സ്നേഹ പാലിയേറ്റീവ് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ ഞാനിത് ആരോഗ്യ വകുപ്പിൽ ചെന്നില്ലേ, ഞാൻ അവരോടെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടാണ് അവിടെ സ്നേഹ പാലിയേറ്റീവ് തുടങ്ങിയത്. അത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു ധാരാളം വീടുകളിൽ പോയിട്ട് എല്ലാം ചികിത്സയായിരുന്നു. അന്ന് ഓട്ടോറിക്ഷയൊക്കെ പോവുക. പിന്നെ നോക്കുമ്പോഴേക്കും അവർ സാമ്പത്തികമായിട്ട് അവരെല്ലാം ഗൾഫ് ആളുകളായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇത്ര രോഗികളെ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ പൈസ ഉണ്ടാക്കാൻ തുടങ്ങി. 2 ആംബുലൻസ് ആക്കി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവർ സാമ്പത്തികമല്ലേ നോക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു സാമ്പത്തികം എനിക്കത് മനസ്സിനൊരു ഇത് വരുന്നുണ്ട്. ഇപ്പം ഞാൻ ഫ്രീ ആയിട്ടാണ് പോകുന്നത്. ഏതായാലും വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ചോദിച്ചോട്ടെ, സ്വന്തം പേരിലുള്ള സ്റ്റാമ്പ് ഉണ്ടോ? സ്വന്തം പേര് സ്റ്റാമ്പുണ്ട്. സ്വന്തം പേരിൽ സ്റ്റാമ്പ് സ്വന്തം പേരിൽ സ്റ്റാമ്പ്. ഞാൻ ഈ സ്റ്റാമ്പെല്ലാം ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഭഗവാനെ എൻ്റെ ഒരു സ്റ്റാമ്പ് വരൂ. അപ്പോൾ എൻ്റെ സ്റ്റാമ്പ് വരണം, ഞാൻ അത്ര മഹാനായിരിക്കണ്ടേ. അങ്ങനെ നിൽക്കുമ്പോഴാണ് പേപ്പറിൽ കണ്ടത് നോ യുവർ സ്റ്റാമ്പ് എന്ന് പറഞ്ഞിട്ട് 30 സ്റ്റാമ്പിന് 300 രൂപ, 12 സ്റ്റാമ്പ് 300 രൂപ അയച്ചാൽ നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് സ്റ്റാമ്പ് തരുമെന്ന് പറഞ്ഞു. അതേമാതിരി തന്നെ അപ്പോൾ തന്നെ ഞാൻ പിറ്റേ ദിവസം പോയി 300 രൂപ കൊടുത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ പോയി ഒരു ഫോട്ടോയും കൊടുത്ത് അവിടെ സ്റ്റാമ്പ്, അങ്ങനെ 12 സ്റ്റാമ്പ് വാങ്ങിച്ച് ആ സ്റ്റാമ്പ് വരുന്നുണ്ട്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ സ്റ്റാമ്പ് മാത്രമേ ഇന്ന് ഇതിലുള്ളൂ. എന്തായാലും വളരെയധികം മനോഹരമായിട്ടുണ്ട്. ഈ 80ാമത്തെ വയസ്സിലും കർമ്മനിരതനായിക്കൊണ്ട് പാവപ്പെട്ട രോഗികൾക്ക് സ്വാതന്ത്ര്യമേകിക്കൊണ്ട് തൻ്റെ സ്റ്റാമ്പുകളും അതുപോലെ തന്നെ കറൻസികളുമൊക്കെ പുതുതലമുറക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ഇന്നും നാട്ടുകാരിലൊരാളായി ജീവിക്കുകയാണ് കല്ലേപ്പറമ്പിൽ ഹർഷേട്ടൻ. ഹർഷേട്ടന് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിയോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്. 4 നൂറ്റാണ്ടിനു ശേഷം നടക്കുന്ന തൃക്കരിപ്പൂർ ശ്രീ രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിന്റെ കന്നിക്കലവറ ഒരുങ്ങി. മാർച്ച് 5 മുതൽ 12 വരെ ഒരാഴ്ചക്കാലമാണ് രാമവില്യം കഴകം പെരുങ്കളിയാട്ടം നടക്കുക. ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ ഇങ്ങനെയൊരു പെരുങ്കളിയാട്ടം വന്ന് എത്തി നിൽക്കുന്നത്. അതിനുവേണ്ട ഈ കളിയാട്ടം എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് നമ്മുടെ അന്നദാനം തന്നെയാണ്. അന്നദാനത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെയും തന്നെ ഇവിടെ അന്തിമഘട്ടത്തിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കന്നിക്കലവറയും ഒരുങ്ങിക്കഴിഞ്ഞു. കന്നിക്കലവറ എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ അന്നദാനത്തിന് വേണ്ട സാധനങ്ങളൊക്കെയും സൂക്ഷിച്ചു വെക്കുന്ന ആദ്യത്തെ ഒരു തുടക്കത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയും നടക്കുന്നത് കന്നിക്കലവറയിലാണ്. അതിനു വേണ്ടിയിട്ടുള്ള കന്നിക്കലവറ തയ്യാറായിട്ടുണ്ട്. പെരുങ്കളിയാട്ടത്തിൻ്റെ ഒരു മുഖ്യമായ ഘടകമാണ് അന്നദാനം. അതിനു വേണ്ടുന്ന എല്ലാ വിഭവങ്ങളും സംഭരിച്ചു വെക്കാനുള്ള ഒരു സ്ഥലമാണ് ഈ കന്നിക്കലവറ എന്ന് പറയുന്നത്. കന്നിക്കലവറയിനകത്ത് ഉണക്കലരി, കുറച്ച് പച്ചക്കറി, പഴം ഇതെല്ലാം കയറ്റുക. ഇതിന് തൊട്ട് വടക്ക് വശത്തുള്ള ആ കലവറയിൽ അരിക്കലവറ എന്ന് പറയും. അരികൾ സംഭരിച്ച് വെക്കുന്ന സ്ഥലം. ഇതിന് 6.5 കോല് വീതിയും 13 കോല് നീളത്തിലുമാണ് ഈ കന്നിക്കലവറയിലെ സ്ഥാനം. അരിക്കലവറയുടെ സ്ഥാനം 13 കോല് നീളവും 13 കോല് വീതിയിലും ഉള്ളതാണ്. പഴയ കാലത്ത് ഇതിനകത്ത് 21 അടുപ്പുകളും കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 അടുപ്പുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം അത് 21 കുഴിയടുപ്പുകളാക്കി മാറ്റിയിട്ടുണ്ട്. പാലമരം കൊണ്ടാണ് ഇതിന് വേണ്ട മരങ്ങളും ഒക്കെയും തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. മുളയും മൂലയും ഒക്കെയും വെച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുപ്പുകളാണെങ്കിലും
ചോറിനുള്ള അടുപ്പുകളാണെങ്കിലും കറിക്കുള്ള അടുപ്പുകളാണെങ്കിലും അങ്ങനെ വ്യത്യസ്ത തരത്തിൽ തന്നെ ഇവിടെ എല്ലാം തന്നെ തയ്യാറായിട്ടുണ്ട്. അത്തരത്തിൽ ഒരു പെരുങ്കളിയാട്ടത്തെ നോക്കിക്കാണുകയാണ്, വരവേൽക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഈ ഒരു രാമവില്യം കഴകം എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ സുമേഷിനൊപ്പം ചാന്ദിനി. പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയവരെ നിയമത്തിന്റെ മുന്നിലെത്തിച്ച് വിദ്യാർത്ഥി മാതൃകയായി. മാതമംഗലം CP നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി അശ്വന്ത് സുനീഷാണ് മാതൃകയായത്. കഴിഞ്ഞ ദിവസം മാതമംഗലത്ത് കാഞ്ഞിരട്ടോടി കരിപ്ര റോഡരികിൽ കാറിലെത്തി പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയവരെയാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ അശ്വത് സുനീഷിന്റെ ഇടപെടലിലൂടെ നിയമത്തിന്റെ മുന്നിലെത്തിക്കാൻ കഴിഞ്ഞത്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകും വഴി മാലിന്യം തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ വാഹനത്തിന്റെ നമ്പർ കുറിച്ചെടുത്ത് ബന്ധപ്പെട്ടവരെ അറിയിക്കുകയായിരുന്നു അശ്വത് ചെയ്തത്. ഞാൻ സ്കൂൾ വിട്ടിട്ട് വീട്ടിലേക്ക് വരികയായിരുന്നു. അന്നേരം ഒരു കുന്നിന്റെ മുകളിൽ ഒരു വണ്ടി വെച്ചിട്ടുണ്ടായിന്. ആ വണ്ടിയിൽ നിന്ന് ഒരു 2 ആൾ കുറച്ച് വലിയ കുറേ വലിയൊരു ചാക്കിൽ ചാക്ക് എടുത്തിട്ട് ഒരു കുന്നിൻ്റെ മുകളിലേക്ക് പോകുന്നുണ്ടായിന്. എന്നിട്ട് ഞാനത് കണ്ടിട്ട് വണ്ടി നമ്പർ എഴുതി വെച്ചു. എന്നിട്ട് വില്ലച്ചന് കൊടുത്തു. വില്ലച്ചൻ എന്നിട്ട് നേരെ ആരാന്ന് ആ വണ്ടീൻ്റെ ഉടമസ്ഥൻ എന്നെല്ലാം കണ്ടു കിട്ടിയിട്ട് അയാളെ ഡീറ്റെയിൽസും എല്ലാം കിട്ടിയിട്ട് അവർ വിളിച്ചു. അവിടത്തേക്ക് തന്നെ എത്തണം, നിങ്ങിപ്പോൾ സാധനം ചാടിയെടുക്കാൻ എത്തണം എന്ന് പറഞ്ഞിട്ട് അവിടെ എത്തി. അങ്ങനെ അവർ ഹെൽത്തിൻ്റെവരും പിന്നെ വാർഡ് മെമ്പർ എല്ലാവരും വന്ന് പിഴ ഈടാക്കി. തുടർന്ന് വാർഡ് മെമ്പർ PV വിജയന്റെയും ഹെൽത്ത് ഇൻസ്പെക്ടർ M അനിഷയുടെയും നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി മാലിന്യം തള്ളിയവരെ കൊണ്ട് പിഴയടപ്പിക്കുകയും ചെയ്തു. കുട്ടികളുടെ ഇത്തരം പ്രവൃത്തികൾ മാതൃകാപരമാണെന്ന് വാർഡ് മെമ്പർ PV വിജയൻ പറഞ്ഞു. സമ്പൂർണ്ണ ശുചിത്വത്തിന്റെ ഭാഗമായി പഞ്ചായത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ സ്കൂളിലെ SPC കുട്ടി ഒരു കാറിൽ വന്ന് മാലിന്യം തള്ളുമ്പോൾ അവൻ കാറിൻ്റെ നമ്പർ നോട്ട് ചെയ്യുകയും അത് പഞ്ചായത്ത് അധികൃതയും വാർഡ് മെമ്പറായ എന്നെയും അറിയിക്കുകയും ഓൺ ദ സ്പോട്ടിൽ നമ്മൾ വണ്ടിയാക്കി ആ സൈറ്റിലെത്തുകയും ആ വണ്ടിയിൽ നിന്ന് മാലിന്യം ഇറക്കിയത് അയാളെ പിടിച്ച് നമ്മൾ പഞ്ചായത്തിൽ സെക്രട്ടറി മുമ്പിൽ കൊണ്ടുപോയി ഫൈൻ അടപ്പിക്കുകയും ചെയ്ത് കുഞ്ഞിയുടെ ആ ധീരത നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ വരുന്ന കുട്ടികൾക്കും ഇതൊരു പ്രചോദനമാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ സ്കൂളും പിന്നെ നല്ല മാലിന്യമുക്തമായിട്ടാണ് കുട്ടികൾ കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് കുട്ടി സ്വയം മുന്നോട്ട് വന്ന് ഇത് ധൈര്യപൂർവ്വം നമ്മളെ അറിയിക്കുകയും അതിനു വേണ്ടുന്ന നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. SPC കേഡറ്റ് കൂടിയായ അശ്വന്തിന്റെ സ്കൂളിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ വെച്ച് അശ്വത്തിനെ അനുമോദിക്കുകയും ചെയ്തു. പുനിയങ്കോട്ടെ KP സുനീഷിന്റെയും സിജിയുടെയും മകനാണ് അശ്വത്ത്. ആരാധ്യയാണ് സഹോദരി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. തങ്ങളുടെ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതിനൊപ്പം ജൈവ പച്ചക്കറി ഉൾപ്പെടെ വിവിധ കൃഷികളിലും മാതൃകയായി തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ. നിലയം വളപ്പിലും തൃക്കരിപ്പൂർ കാലിക്കടവ് പ്രധാന പാതയോരത്തുമായുള്ള പച്ചക്കറിത്തോട്ടത്തിൽ നിന്നും നിത്യേന വിളവെടുപ്പ് നടന്നുവരുന്നുണ്ട്. അത്യാഹിതങ്ങൾ ഉണ്ടാകുമ്പോൾ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എങ്ങും ഓടിയെത്തി രക്ഷകരാകാറുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങൾ തങ്ങളുടെ ചുമതല കഴിഞ്ഞ് ലഭിക്കുന്ന സമയമാണ് കൃഷിക്കായി ഉപയോഗപ്പെടുത്തുന്നത്. വെള്ളരി, മത്തൻ, പയർ, വെണ്ട, തക്കാളി, പച്ചമുളക് തുടങ്ങിയ പച്ചക്കറി ഇനങ്ങളാണ് ജൈവരീതിയിൽ സേനാംഗങ്ങൾ കൃഷി ചെയ്തത്. 24 മണിക്കൂർ സേവനത്തോടൊപ്പം കൃഷിയിൽ വിജയഗാഥ ഇവരുടെ മുഖമുദ്രയാണ്. നിരവധി തവണ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും സ്ഥാപനങ്ങളിലെ മികച്ച കൃഷിത്തോട്ടത്തിനുള്ള പുരസ്കാരം തൃക്കരിപ്പൂർ നിലയം നേടിയിട്ടുണ്ട്. കൃഷിഭവൻ സഹകരണത്തോടെയാണ് ഇത്തവണയും പ്രധാന ഇനങ്ങൾ കൃഷി ചെയ്തിട്ടുള്ളത്. സംസ്ഥാന ഫിഷറീസ് വകുപ്പുമായി സഹകരിച്ച് ഇത്തവണ മത്സ്യകൃഷിയും നടത്തുന്നുണ്ട്. കട്ല വർഗത്തിൽപ്പെട്ട മത്സ്യങ്ങളെയാണ് കൃഷി ചെയ്തിട്ടുള്ളത്. കൊതുകു നിവാരണത്തിനായി ആയിരക്കണക്കിന് ഗപ്പി മത്സ്യങ്ങളും വളർത്തുന്നുണ്ട്. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിലെ സേനാംഗങ്ങൾ ഒഴിവുവേളകളിൽ നടത്തിവരുന്ന ജൈവ പച്ചക്കറി കൃഷി പരിസര പ്രദേശത്തെ വീട്ടുകാർ ഉപയോഗപ്പെടുത്തി വരുന്നതായി തൃക്കരിപ്പൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ KV പ്രഭാകരൻ പറഞ്ഞു. നമ്മുടെ തൃക്കരിപ്പൂർ സ്റ്റേഷൻ കഴിഞ്ഞ പാരമ്പര്യം നടത്തിക്കൊണ്ട് തന്നെ ഈ വർഷവും നമ്മൾ പച്ചക്കറി കൃഷി നടത്തിയിട്ടുണ്ട്. അതിന് മുമ്പ് സംസ്ഥാന അവാർഡുകളൊക്കെ വാങ്ങിയ തൃക്കരിപ്പൂർ സ്റ്റേഷൻ ഈ വർഷവും വെണ്ട മുതൽ മത്തൻ, അതുപോലെ വെള്ളരി, പയർ, പച്ചമുളക്, തക്കാളി, മത്തൻ തുടങ്ങിയ എല്ലാ പച്ചക്കറികളും നമ്മൾ ചെയ്തിട്ടുണ്ട്.
കാരണം ഫയർഫോഴ്സ് ജീവിതത്തിൽ നമുക്കറിയാം ഒരു കായിക സംസ്കാരം ഇല്ലെങ്കിൽ നമ്മളെ ഒരു പ്രവർത്തനം തന്നെ വളരെ പുറകോട്ട് പോകും. അതുകൊണ്ട് തന്നെ തൃക്കരിപ്പൂർ സ്റ്റേഷൻ പച്ചക്കറി കൃഷിയുമായി ഈ രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് എല്ലാ ജീവനക്കാരും വളരെയധികം സഹായിച്ചുകൊണ്ട് തന്നെ രാവിലെ വൈകുന്നേരം വെള്ളം നനക്കും അതുപോലെ മണ്ണ് ചളിച്ചുകൊണ്ടും ഈ പച്ചക്കറി കൃഷിയിൽ ഭാഗമാക്കായിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ കാൽനൂറ്റാണ്ടിന് ശേഷം നടക്കുന്ന പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി 3 ആഴ്ച നീളുന്ന അഖിലേന്ത്യാ പ്രദർശനം 22 മുതൽ മാർച്ച് 16 വരെ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം കാസർഗോഡ് അഡീഷണൽ പോലീസ് സൂപ്രണ്ട് പി ബാലകൃഷ്ണൻ നായർ നിർവഹിക്കും. തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ നടക്കുന്ന പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ പ്രദർശനം ഫെബ്രുവരി 22 മുതൽ മാർച്ച് 16 വരെ നടക്കും. നിരവധി വിനോദ ഉപാധികൾ ഉൾക്കൊള്ളിച്ചും വിവിധ പവലിയനുകളും വേറിട്ട കാഴ്ചകളും ഒരുക്കി നടത്തുന്ന പ്രദർശനത്തിന്റെ ഉദ്ഘാടനം കാസർഗോഡ് അഡീഷണൽ പോലീസ് സൂപ്രണ്ട് പി ബാലകൃഷ്ണൻ നായർ നിർവഹിക്കും. ഫെബ്രുവരി 22 ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ സിനിമാ നടി ശ്രീവിദ്യ മുല്ലച്ചേരി മുഖ്യാതിഥിയാകും. 3 ആഴ്ചയിലധികം നീണ്ടുനിൽക്കുന്ന പ്രദർശനത്തിൽ മിനി കാശ്മീർ എന്ന പേരിൽ സ്നോ വേൾഡ്, ഗുണ കേവ്, അക്വേറിയവും ജലകന്യകമാരും, സ്കൂബ ഡൈവിംഗ്, ശാസ്ത്ര വിജ്ഞാന പ്രദർശനം, ISRO ഫ്ലവർ ഷോ, അമ്യൂസ്മെന്റ് പാർക്ക്, ഫുഡ് കോർട്ടുകൾ, ശാസ്ത്ര വിജ്ഞാന പ്രദർശനം, ഗെയിം സോൺ തുടങ്ങി വ്യത്യസ്ത ഇനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 22 മുതൽ മാർച്ച് 16 വരെ ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ രാത്രി 10 മണി വരെയാണ് അഖിലേന്ത്യാ പ്രദർശന നഗരിയിലേക്ക് പ്രവേശനം അനുവദിക്കുക. അവധി ദിവസങ്ങളിൽ രാവിലെ 11 മണി മുതൽ പ്രവേശനമുണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ KV ഗംഗാധരൻ, ജനറൽ കൺവീനർ PV കണ്ണൻ മാസ്റ്റർ, എക്സിബിഷൻ കമ്മിറ്റി ചെയർമാൻ CT കൃഷ്ണൻ, കൺവീനർ VV വിജയൻ, രാമവില്യം കഴകം ദേവസ്വം പ്രസിഡന്റ് VV രാഘവൻ മാസ്റ്റർ, ദിനേഷ് കുമാർ തെക്കുംപാട്, PV ശ്രീജേഷ് എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കുളപ്പുറത്ത് കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സ്ഥാപിച്ച മിനിമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. M. വിജിൻ MLA സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും കുളപ്പുറത്ത് കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സ്ഥാപിച്ച മിനിമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം M. വിജിൻ MLA നിർവഹിച്ചു. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. TV ഉണ്ണികൃഷ്ണൻ, CM വേണുഗോപാലൻ, TV കുഞ്ഞിക്കണ്ണൻ, TV കമല, A. മാധവൻ, VV സുരേഷ് ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. ശാസ്ത്രാവബോധമുള്ള യുവതലമുറയാണ് നമ്മുടെ നാടിന്റെ സമ്പത്ത് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പുന്നച്ചേരി സെന്റ് മേരീസ് LP സ്കൂൾ വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. കലാസാംസ്കാരിക രംഗത്തും ശാസ്ത്രരംഗത്തും യുവതലമുറ ഏറെ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവയ്ക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് ഏറെ നേട്ടം കൈവരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പുന്നച്ചേരി സെന്റ് മേരീസ് LP സ്കൂൾ വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ആ ഭൗതിക സമ്പത്തിൽ ഓരോ വിദ്യാർത്ഥികളുടെയും ടാലന്റ് കണ്ടുപിടിച്ച് ആ ടാലൻസ് അനുസരിച്ച് അവരെ പ്രൊമോട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അവരാരായിത്തീരും അല്ലെങ്കിൽ എന്തായിത്തീരുമെന്ന് പ്രവചിക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ നൈസർഗികമായ കലാവാസനകളെ കാലേകൂടി തന്നെ പ്രോത്സാഹിപ്പിക്കാൻ ഈ പ്രൈമറി സ്കൂളിൽ തൊട്ട് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കണം. കാരണം ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമുള്ള പൗരന്മാരും വിദ്യാസമ്പന്നമായ തലമുറയുമാണ്. ആരോഗ്യമുള്ള പൗരന്മാരെ വാർത്തെടുക്കണമെങ്കിൽ ഈ പ്രായം തൊട്ട് പ്രൈമറി ക്ലാസ് തൊട്ട് കുട്ടികളുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ മാതാപിതാക്കന്മാരും അധ്യാപകരും പുലർത്തിയെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള പൗരന്മാരായി അവരെ വാർത്തെടുക്കാൻ കഴിയൂ. ചെറുകുന്ന് പുന്നച്ചേരി സെന്റ് മേരീസ് LP സ്കൂൾ വാർഷികാഘോഷവും സ്കോളർഷിപ്പ് വിതരണവും സ്കൂളിൽ നടന്നു. കണ്ണൂർ രൂപത മെത്രാൻ റവറന്റ് ഡോക്ടർ അലക്സ് വടക്കുംതല അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക ക്രിസ്റ്റീന, ഫാദർ ഡോക്ടർ ക്ലാരൻസ് പാലിയത്ത്, ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് T. നിഷ, ഫ്ലാബിൻ ബെറ്റി തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിലെ പ്രവാസികൾക്കായി മാതൽ യൂണിറ്റ് ദുബായ് സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് ഫെബ്രുവരി 22 ശനിയാഴ്ച തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിലെ പ്രവാസികൾക്കായി മാതൽ യൂണിറ്റ് ദുബായ് സംഘടിപ്പിക്കുന്ന 1ാമത് വിന്റർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്
ദുബായ് ഗുസൈസിൽ ശനിയാഴ്ച തുടക്കമാകും. ടൂർണമെന്റിനായുള്ള ഒരുക്കങ്ങൾ ഗുസൈസ് ഷെയ്ഖ് റഷീദ് അൽ മക്തം സ്കൂൾ സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മത്സരത്തിൽ കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിൽ നിന്നുമുള്ള 4 പ്രവാസി ഫുട്ബോൾ ക്ലബ്ബുകളായ മാത്തിൽ വാരിയേഴ്സ്, മാത്തിൽ സ്ട്രൈക്കേഴ്സ്, മാത്തിൽ ടൈഗേഴ്സ്, മാത്തിൽ ബ്ലാസ്റ്റേഴ്സ് എന്നീ ടീമുകൾ മാറ്റുരയ്ക്കും. വിജയികൾക്ക് ഗൾഫ് സ്കെയിൽ FZE CEO ശ്രീജിത്ത് PM സമ്മാനദാനം നിർവഹിക്കും. ദുബായ് ഗുസൈനിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ ടൂർണമെന്റ് ഭാരവാഹികളായ സുനേഷ് കുമാർ കുറുവേലി, വീരേന്ദ്രകുമാർ വടവന്തൂർ, സുരേഷ് ബാബു മാത്തിൽ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാതമംഗലം CP നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC യൂണിറ്റിലെ 4ാമത്തെ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ സല്യൂട്ട് സ്വീകരണവും പരേഡ് ഉദ്ഘാടനവും നിർവഹിച്ചു. മാതമംഗലം CP നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC യൂണിറ്റിലെ 4ാമത്തെ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ സല്യൂട്ട് സ്വീകരണവും പരേഡ് ഉദ്ഘാടനവും നിർവഹിച്ചു. ബഹുമാനപ്പെട്ട എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ TR രാമചന്ദ്രനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നു പോകുന്നു. അഖിന അജയ് നയിക്കുന്ന 1ാം പ്ലട്ടൂൺ. ഭാവി പുരോഗതിക്കായി പ്രവർത്തിക്കാനുള്ള ഉത്തമ പൗരന്മാരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സന്നദ്ധ സംഘടനകളെ നമ്മൾ രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നത്. തീർച്ചയായും കേരളത്തിലെമ്പാടും വ്യാപകമായിട്ടുള്ളതും അഖിലേന്ത്യാടിസ്ഥാനത്തിലും അതുപോലെ മറ്റ് വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ പകർത്തിയിട്ടുള്ളതുമായ കേരളത്തിൻ്റെ SPC എന്ന ഈ മാതൃക ഭാവിയിൽ വലിയ നിലക്ക് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഉതകുന്ന നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ T തമ്പാൻ മാസ്റ്റർ പതാക ഉയർത്തി പെരിങ്ങോം ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മെൽബിൻ ജോസ് കേഡറ്റുകൾക്കുള്ള സത്യവാചകം ചൊല്ലിക്കൊടുത്തു. എരമംകുറ്റൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK കരുണാകരൻ മാസ്റ്റർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത K, വാർഡ് മെമ്പർ വിജയൻ PV, SPC കണ്ണൂർ റൂറൽ ജില്ലാ ADNO പ്രസാദ്, CPOമാരായ C ഹരി, ഷീന KV, ഹെഡ് മിസ്ട്രസ് റീന കുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. പരേഡ് കമാൻഡർ സൗഗന്ധേസ്, സെക്കൻഡ് ഇൻ കമാൻഡർ അധ്വിനി കൃഷ്ണ PV എന്നിവർ പരേഡ് നയിച്ചു. അശ്വത് സുനീഷിന് കണ്ണൂർ റൂറൽ ജില്ലയുടെ ഉപഹാരം പെരിങ്ങോം ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മെൽബിൻ ജോസ് നൽകി. പരേഡിന്റെ മുഖ്യ പരിശീലകൻ KV ഗണേശന് SPC യൂണിറ്റിന്റെ ഉപഹാരം പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ മിഡ് ടൗൺ റോട്ടറി പയ്യന്നൂർ BMLP സ്കൂളിൽ നഴ്സറി വിദ്യാർത്ഥികൾക്കായി പ്ലേ റൂം ഒരുക്കി. പയ്യന്നൂർ AO ജ്യോതി ബസു ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ മിഡ് ടൗൺ റോട്ടറി പയ്യന്നൂർ BMLP സ്കൂൾ നഴ്സറി വിദ്യാർത്ഥികൾക്കായി പ്ലേ റൂം ഒരുക്കി നൽകി. പയ്യന്നൂർ AO ജ്യോതി ബസു ഉദ്ഘാടനം ചെയ്തു. റോട്ടറി മിഡ് ടൗൺ പ്രസിഡന്റ് CM സത്യജിത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ VV പ്രമോദ് നായനാർ, സുരേഷ് ഷേണായി, KU കലാധരൻ, ജാക്കുലിൻ ബിന്ന സ്റ്റാൻലി, ഹെഡ് മിസ്ട്രസ് ലസിത ടീച്ചർ, ഡോക്ടർ സുജ വിനോദ്, പ്രവീൺ മേച്ചേരി തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വലിയപൊയിൽ കരുവാത്തോട് ശ്രീ കാരഗുളികൻ ദേവസ്ഥാനത്ത് 4 ദിവസങ്ങളിലായി നടന്നുവന്ന കളിയാട്ട മഹോത്സവം സമാപിച്ചു. ശ്രീ കാരഗുളികൻ തെയ്യത്തിന്റെ പുറപ്പാട് കാണാൻ നാനാദേശത്തു നിന്നും ഭക്തജനങ്ങൾ ദേവസ്ഥാനത്ത് എത്തിയിരുന്നു. വലിയപൊയിൽ കരുവാത്തോട് ശ്രീ കാരഗുളികൻ ദേവസ്ഥാനത്ത് 4 ദിവസങ്ങളിലായി നടന്നുവന്ന കളിയാട്ട മഹോത്സവം സമാപിച്ചു. അവസാനം 3 ദിവസങ്ങളിൽ നടന്ന കാരഗുളികൻ തെയ്യത്തിന്റെ പുറപ്പാട് കാണാൻ നാനാദേശത്തു നിന്നും ഭക്തജനങ്ങൾ ദേവസ്ഥാനത്ത് എത്തിയിരുന്നു. ശിവന്റെ പെരുവിരലിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട മൂർത്തിയാണ് ഗുളികനെന്നാണ് വിശ്വാസം. ജൈവസങ്കല്പവും ധർമ്മവും ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് കാലാകാലങ്ങളിൽ ഈ തെയ്യക്കോലം അരങ്ങിലെത്തുന്നത്. ഗുളികന് ഒട്ടേറെ സങ്കല്പ വ്യത്യാസങ്ങളുണ്ടെങ്കിലും തിന്മയെ ഇല്ലാതാക്കി നന്മയെ പുനഃസ്ഥാപിക്കുക എന്ന ധർമ്മത്തിലധിഷ്ഠിതമാണ് എല്ലാ കെട്ടിയാട്ടങ്ങളും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
കരിവെള്ളൂർ നെസ്റ്റ് കോളേജ് യൂണിയൻ ഉദ്ഘാടനം കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു. പയ്യന്നൂർ നഗരസഭ മുൻ അധ്യക്ഷൻ ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ നെസ്റ്റ് കോളേജ് 2024-25 അധ്യയന വർഷത്തെ കോളേജ് യൂണിയൻ ഉദ്ഘാടനം പയ്യന്നൂർ നഗരസഭ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ നിർവഹിച്ചു. കോളേജ് യൂണിയൻ ചെയർമാൻ ഗീതു മോഹൻ അധ്യക്ഷത വഹിച്ചു. കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് സനേഷ് വെരിക്കര ഫൈൻ ആർട്സ് അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാരായ സ്മിത ചാക്കോ, അജിത രാഗേഷ്, OV ആശ, KP മുരളി, യൂണിയൻ ഭാരവാഹികളായ ശ്രീലക്ഷ്മി, നവ്യ, രാജേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കോളേജ് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ, DJ എന്നിവ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ISM സംസ്ഥാന സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാസ്തികതയുടെ തെരുവ് വിചാരണ എന്ന ക്യാപ്ഷനിൽ നടക്കുന്ന എവിഡൻസ് തുറന്ന സംവാദം ശനിയാഴ്ച വൈകിട്ട് 4:30 പയ്യന്നൂർ ടൗൺ സ്ക്വയറിൽ നടക്കും. ISM സംസ്ഥാന സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് തുറന്ന സംവാദം സംഘടിപ്പിക്കുന്നത്. പയ്യന്നൂർ ടൗൺ സ്ക്വയറിൽ നടക്കുന്ന പരിപാടി KSM സംസ്ഥാന സെക്രട്ടറി ഷുക്കൂർ സലാഹി ഉദ്ഘാടനം ചെയ്യും. MM അക്ബർ സംവാദത്തിന് നേതൃത്വം നൽകും. ISM സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുബൈർ PDAക്കൽ, നാസിം റഹ്മാൻ തുടങ്ങിയവർ പ്രഭാഷണം നടത്തും. ചോദ്യോത്തര പരിപാടിയായി നടത്തുവാനാണ് സംഘാടകർ തീരുമാനിച്ചിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഹസൻ കുഞ്ഞി അരിപ്പാമ്പ്ര, ഫസലുർ റഹ്മാൻ, TP മുസ്തഫ, നിഷാൻ തമ്മിട്ടോൺ, AP അഷ്റഫ്, TC ഫാറൂഖ്, TP സൈനുൽ ആബിദ് എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി സത്സംഗവേദിയുടെ പ്രതിമാസ പരിപാടികളുടെ ഭാഗമായി ഫെബ്രുവരി 23 ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര കല്യാണ മണ്ഡപത്തിൽ വെച്ച് ആധ്യാത്മിക പ്രഭാഷണം നടത്തും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാതിവില തട്ടിപ്പ് പരാതിയിൽ കേസെടുത്ത പയ്യന്നൂർ പോലീസ്. സീഡ് സൊസൈറ്റി കോർഡിനേറ്റർ ഇടുക്കി തൊടുപുഴയിലെ അനന്തുകൃഷ്ണൻ, പയ്യന്നൂർ സീഡ് സൊസൈറ്റി കോർഡിനേറ്റർമാരായ മാത്തിൽ വടവന്തൂരിലെ ജയരാജ, കുഞ്ഞിമംഗലത്തെ വീണ എന്നിവർക്കെതിരെയാണ് പയ്യന്നൂർ പോലീസ് കേസെടുത്തത്. ഉത്തര കേരളത്തിലെ കഴകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തൃക്കരിപ്പൂർ രാമവില്യം കഴകം. 25 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. പയ്യന്നൂർ നഗരത്തിന്റെ ഹൃദയമായ ഗാന്ധി പാർക്ക് നാശത്തിന്റെ വക്കിലെന്ന് പരാതി. സന്ധ്യ കഴിഞ്ഞാൽ ആരും ഇവിടേക്ക് കടന്നു ചെല്ലാൻ തന്നെ മടിക്കുന്നു. സന്ധ്യ മയങ്ങിയാൽ ഗാന്ധി പാർക്ക് സമ്പൂർണ്ണമായും ഇരുട്ടിൽ മുങ്ങുന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് ജില്ലാ കൺവെൻഷന് മുന്നോടിയായി പയ്യന്നൂരിൽ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. പെരുമ്പയിൽ നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്ര പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.